നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തിരിച്ചടി ഉണ്ടായാൽ അതിനെ എങ്ങനെ വിലയിരുത്തണം? പ്രത്യേകിച്ച് ഭരണപക്ഷത്തുള്ള പാർട്ടിക്ക് തിരിച്ചടി സംഭവിച്ചാൽ അവരതിനെ ഏത് രീതിയിലായിരിക്കണം ഉൾക്കൊള്ളേണ്ടത്? ഞങ്ങൾക്ക് എവിടെയോ പിഴവ് സംഭവിച്ചിരിക്കുന്നു. ഞങ്ങളുടെ ഭരണത്തിൽ ജനങ്ങൾക്ക് ചില അതൃപ്തികൾ ഉണ്ടായിരിക്കുന്നു. ആ അതൃപ്തികൾ എന്തൊക്കെയാണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞ് നല്ല രീതിയിൽ പ്രവർത്തിച്ച് വീണ്ടും ഞങ്ങൾ മുന്നോട്ട് വരും. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരിക്കുന്നു. ആ പാകപ്പിഴകൾ ഞങ്ങൾ തിരിച്ചറിഞ്ഞ് അത് പരിഹരിച്ച് പൂർവാധികം ശക്തിയായി ഞങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് എത്തും. അപ്പോൾ ജനങ്ങൾ ഞങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിക്കും. അതിനുവേണ്ടിയുള്ള ഒരു ഇടവേളയായിരിക്കും ഇനിയുള്ളത്. അങ്ങനെ വേണ്ടേ ചിന്തിക്കാൻ? എന്നാൽ ഇവിടെ നേരെ തിരിച്ചാണ്. തോറ്റുപോയതിന് ജനങ്ങളുടെ മെക്കിട്ട് കയറുകയാണ് LDF ഇപ്പോൾ. പ്രത്യേകിച്ച് CPM-ന്റെ നേതാക്കന്മാർക്ക് കലി ഇളകുകയാണ് ജനങ്ങളോട്. സർക്കാരിന്റെ കാശും വാങ്ങി ഞണ്ണിയിട്ട് തോൽപ്പിച്ചല്ലോടാ നീയൊക്കെ ഞങ്ങളെ. ജനങ്ങളെ പച്ചയ്ക്ക് അപമാനിക്കുന്ന ഒരു നിലപാടാണ് MM മണി സ്വീകരിച്ചിരിക്കുന്നത്. അതായത് മാധ്യമങ്ങൾ MM മണിയോട് ഈ തോൽവിയെക്കുറിച്ച് ചോദിക്കുമ്പോൾ MM മണി ജനങ്ങളുടെ മെക്കിട്ട് കയറി ജനങ്ങളെ ചീത്ത വിളിക്കുന്നു. എന്നാൽ ജനങ്ങൾ ഇപ്പോൾ MM മണിക്ക് മറുപടി കൊടുത്തിട്ടുണ്ട്. നിന്റെയൊക്കെ ആ അഹങ്കാരത്തിനാടടാ തോറ്റു തൊപ്പിയിട്ടതെന്ന്. മണിയെ ചുരുട്ടിക്കൂട്ടി താഴെ അടിച്ചിരിക്കുകയാണ് ജനങ്ങൾ. MM മണിയെ എപ്പോഴും നമ്മൾ വിലയിരുത്തുന്നത് നാവിന് എല്ലില്ലാത്ത ഒരു മനുഷ്യനായിട്ടാണ്. കാരണം എപ്പോഴും പാർട്ടിയെ പ്രതികൂട്ടിൽ അല്ലെങ്കിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കുന്ന നിലപാടുകൾ MM മണി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കുറച്ച് കടുപ്പമായി പോയി. ജനങ്ങളോട് പ്രതികരിക്കുകയാണ്. നീയൊക്കെ ഞങ്ങളുടെ കാശ് മേടിച്ച് ഞണ്ണിയിട്ട് ഞങ്ങളെ വോട്ട് ചെയ്യാതെ തോൽപ്പിച്ചില്ലേ എന്ന്. ഈ കാശ് വാങ്ങി തിന്നു എന്ന് പറയാൻ എന്ത് ധാർമ്മികതയും അവകാശവുമാണ് MM മണിക്കുള്ളത്? നിങ്ങളുടെ ആരുടെയെങ്കിലും കുടുംബത്തിൽ നിന്നെടുത്താണോ ജനങ്ങൾക്കുള്ള ക്ഷേമ പെൻഷനൊക്കെ കൊടുത്തത്? അല്ല, അതിനൊരു മറുപടി MM മണി തരണം. അല്ലെങ്കിൽ നിങ്ങളുടെ AKG സെൻട്രലിൽ നിന്നെടുത്തോ? പിണറായി വിജയന്റെ കുടുംബത്തെ തായ്ക്കണ്ടിയിൽ നിന്നെടുത്തിട്ടായിരുന്നോ ഇവിടുത്തെ ജനങ്ങൾക്ക് ക്ഷേമ പെൻഷൻ കൊടുത്തത്? ജനങ്ങളുടെ കാശാണ്. അത് നോക്കാൻ ജനങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചു എന്നുള്ളത് മാത്രമാണ്. അതായത് കാവൽക്കാർ മാത്രമാണ് നിങ്ങൾ. അല്ലാതെ ജനങ്ങളുടെ മുകളിൽ കയറി അങ്ങ് ചവിട്ടി മെതിക്കാൻ നിൽക്കരുത്. ചവിട്ടി മെതിക്കാൻ നിന്നാൽ ഇതുപോലെയുള്ള തിരിച്ചടികൾ ഇവിടുത്തെ ജനങ്ങൾ നിങ്ങൾക്ക് തരും. അതുകൊണ്ട് ഈ നാവിന് എല്ലില്ലാത്ത MM മണിയെ പോലെയുള്ള രാഷ്ട്രീയ മാലിന്യങ്ങളെ തൂക്കി പുറത്തിടുകയാണ് ചെയ്യേണ്ടത് എന്ന് ജനങ്ങൾ തന്നെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട്. MM മണിയെ കളിയാക്കിക്കൊണ്ട് പല കഥകൾ നമ്മൾ പറയാറുണ്ടല്ലോ. ഒരു സിനിമ പോലും ഉണ്ട്. ഈ പറയുന്ന ആടൊരു ഭീകരജീവി എന്ന് പറയുന്ന ഒരു സിനിമയിൽ MM മണിയെ ആക്കുന്ന ഒരു ക്യാരക്ടറുണ്ട്. ഇന്ദ്രൻസിന്റെ PP ശശി എന്ന് പറയുന്നതുകൊണ്ട് ഒരു ക്യാരക്ടർ. അതിനകത്തിൽ ഈ MM മണിയുടെ ചില ശൈലികളൊക്കെ ഈ ഇന്ദ്രൻസ് ആ ക്യാരക്ടറിനകത്ത് കാണിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇടുക്കിയുടെ ഏലക്കാടുകൾ വിയർക്കുന്നത് പോലും ചുവപ്പ് നിറത്തിലാണ് എന്നൊക്കെയുള്ള ഡയലോഗ്. ഞങ്ങൾക്കൊന്ന് തള്ളിയിട്ടുണ്ട്. 1, 2, 3. ഒരെണ്ണത്തെ ഏലക്കാട്ടിൽ കുഴിച്ചിട്ടു, മറ്റൊരെണ്ണത്തെ ഞങ്ങൾ ഡാമിലെ ചെമ്പല്ലികൾക്ക് തിന്നാൻ കൊടുത്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില ഡയലോഗുകൾ ഉണ്ടല്ലോ. അത് അക്ഷരാർത്ഥത്തിൽ MM മണിയെ ആക്കിക്കൊണ്ടുള്ളതായിരുന്നു. പക്ഷേ ഇത്തവണ ഏലക്കാടുകൾ വിയർത്തത് നീല നിറത്തിലായി പോയല്ലോ മണിയാശാനെ. കൈപ്പത്തി കൈവിരിച്ചപ്പോൾ അരിവാൾ ചുറ്റിക നക്ഷത്രം എണ്ണിയിരിക്കുകയാണ് ഇടുക്കിയിൽ വലിയ തിരിച്ചടിയാണ് LDF-ന് കിട്ടിയിരിക്കുന്നത്. CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ പോലും UDF അവരുടെ സംഹാര താണ്ഡവം നടത്തിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു ബമ്പർ ലോട്ടറി ആയിരിക്കുന്നത് UDF-നാണ്. നമ്മൾ എന്തിനാണ് UDF-നും കോൺഗ്രസിനെയും വിജയിപ്പിച്ചത് എന്നുള്ള ചില ചോദ്യങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കറങ്ങുന്നുണ്ട്. ഇത് ജനങ്ങൾക്ക് ഭ്രാന്തായതാണോ അതോ രാഷ്ട്രീയക്കാർക്ക് ഭ്രാന്തായതാണോ എന്നുള്ള ചില കോമഡി ഡയലോഗുകളൊക്കെ വരുന്നുണ്ട്. അതിന് കാരണം ഇവിടുത്തെ കോൺഗ്രസും UDF-ഉം ഒരു അബദ്ധമാണ് അല്ലെങ്കിൽ മുഴു തോൽവിയാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായി അറിയാം. ഇവിടെ ഒരു പ്രതിപക്ഷം ഉണ്ടോ എന്ന് ജനങ്ങൾ എത്രയോ തവണ ചോദിച്ചിരിക്കുന്നു. പക്ഷേ ഭരണവിരുദ്ധ വികാരമാണ് അവർക്ക് ബമ്പർ ലോട്ടറി അടിക്കുന്നതിന് കാര്യമായിരിക്കുന്നത്. ഇടുക്കിയിലും അത് തന്നെ ആവർത്തിച്ചു. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ കനത്ത തോൽവിക്ക് പിന്നാലെ വോട്ടർമാരെ കടുത്ത ഭാഷയിൽ അപമാനിക്കുകയായിരുന്നു MM മണി. പെൻഷൻ വാങ്ങി ഷാപ്പിട്ടിട്ട് നൈമിഷികമായ വികാരത്തിന് അടിമപ്പെട്ട് എല്ലാവരും വോട്ട് ചെയ്തു. ജനങ്ങൾ കാണിച്ചത് നന്ദികേടാണെന്നാണ് മണി ആരോപിച്ചിരിക്കുന്നത്. തോൽവിയോടുള്ള അമർഷം മറയ്ക്കാനാകാതെയായിരുന്നു MM മണിയുടെ ഈ വികാര പ്രകടനമൊക്കെ. വികസന പ്രവർത്തനങ്ങൾക്കും ജനക്ഷേമ പരിപാടികൾക്കുമായിരുന്നു വോട്ടെങ്കിൽ ഒരു കാരണവശാലും LDF-ന് ഇത്രയും വലിയ തോൽവി ഉണ്ടാകില്ലായിരുന്നു. പെൻഷൻ ഉൾപ്പെടെ വാങ്ങിയിട്ട് ആളുകൾ LDF-നെതിരെ വോട്ട് ചെയ്തു. അത്രത്തോളം വികസന പ്രവർത്തനവും ക്ഷേമ പ്രവർത്തനവും LDF നടത്തിയിരുന്നു. തോൽവി എന്തുകൊണ്ട് എന്നുള്ള കാര്യം LDF പരിശോധിക്കും. ആവശ്യമായ തിരുത്തൽ നടപടി സ്വീകരിക്കും. മുന്നോട്ടു പോകും. പെൻഷൻ എല്ലാം കൃത്യതയോടുകൂടി നൽകി. അതെല്ലാം വാങ്ങി ശാപ്പാട് കഴിച്ചിട്ട് ഏതോ തക്കതായ നൈമിഷികമായ വികാരത്തിന് എല്ലാവരും വോട്ട് ചെയ്തു. പെൻഷൻ വാങ്ങിക്കുന്ന ആളുകളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ വോട്ട് ചെയ്തു. ജനങ്ങൾ നന്ദികേട് കാണിച്ചുവെന്നും മണി ആരോപിച്ചു.
ഭരണവിരുദ്ധ വികാരം എന്ന് പറയാറായിട്ടില്ല. അതൊക്കെ പാർട്ടി നേതൃത്വം പരിശോധിച്ചിട്ട് പറയുമെന്നും മണി പറയുന്നു. അതേസമയം എം മണിയുടെ മണ്ഡലത്തിലെ ഇടതു കോട്ടയായ രാജാക്കാടും LDFന് കനത്ത പരാജയമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ഭരണവിരുദ്ധ വികാരമാണോ ഉണ്ടായതെന്ന് നിങ്ങൾ പാർട്ടി കൂടി അല്ലെങ്കിൽ AKG സെന്ററിൽ വട്ടം കൂടിയിരുന്ന് ഒരു ചർച്ചയൊക്കെ നടത്തി താത്വിക അവലോകനം നടത്തി പറയേണ്ട കാര്യമല്ല. ജനങ്ങളാണ് മനസ്സിലാക്കിയത് ഇവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കെതിരായ വോട്ട് അവർ രേഖപ്പെടുത്തിയത്. പക്ഷെ അതുപോലും അംഗീകരിക്കാൻ ഇവർ തയ്യാറല്ല. മറിച്ച് പറയുന്നതോ, ഞങ്ങൾ കൊടുത്ത എല്ലാ സൗകര്യങ്ങളും മേടിച്ച് അതിൻ്റെ സുഖത്തിൽ ഇരുന്നിട്ട് ഞങ്ങൾക്കിട്ടു കുത്തിയെന്ന്. ഈ വിരൽ കുത്തുന്നത് അത് ഓർമ്മയുണ്ടായിരിക്കണം. കാരണം അധികാരം കിട്ടുമ്പോൾ അതിൽ നിന്ന് ഒഴിയുന്നത് വരെ അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വീണ്ടും ജനങ്ങളെ കാണാൻ പോകേണ്ടതാണ് എന്നുള്ള ഒരു ബോധം ഒരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കല്ല, എല്ലാ രാഷ്ട്രീയക്കാർക്കും ഉണ്ടാകണം. അല്ലെങ്കിൽ ഇതുപോലത്തെ തിരിച്ചടികൾ കിട്ടും. എന്തായാലും ഇടുക്കിയിൽ കലിയിളകി നിൽക്കുകയാണ് CPMകാർ എല്ലാവരും. ഇതും നിങ്ങൾ ചോദിച്ചു മേടിച്ചതാണ്. കാരണം ഇടുക്കിയിൽ അത്രത്തോളം അഹങ്കാരമാണ് ഈ CPMന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. നമ്മൾ കണ്ടതാണ് ഇവരുടെ പാർട്ടി നേതാക്കൾ എത്രത്തോളം ഭൂമിയാണ് അവിടെ കയ്യേറി വെച്ചിരിക്കുന്നത്. ഹൈക്കോടതിയുടെ ഉത്തരവനുസരിച്ച് ഇടുക്കിയിലെ ഭൂമി കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സംഘത്തെ രൂപീകരിച്ചിരുന്നു. അവരെ ഇടുക്കിയിലേക്ക് കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് വെല്ലുവിളിച്ചവരാണ് ഈ പറയുന്ന എം മണിയും CV വർഗീസ്, ഇവരുടെ പാർട്ടി സെക്രട്ടറിയും ഒക്കെ. ഇടുക്കിയിലെ CV വർഗീസും എം മണിയും ഉൾപ്പെട്ട ഒരു മാഫിയ സംഘമാണ് ഇടുക്കി ഭരിച്ചു മുടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി അങ്ങ് ഞങ്ങളുടെ കുത്തകയാണ്, ഞങ്ങളുടെ തറവാട്ട് വകയാണ്, ഞങ്ങളുടെ അട്ടിപ്പേർ അവകാശമാണ് എന്നാണ് ഈ നേതാക്കന്മാരുടെയൊക്കെ അഹങ്കാരവും ധാർഷ്ട്യവും. എത്രത്തോളം വെല്ലുവിളികളാണ്, കോടതിയെ പോലും വെല്ലുവിളിക്കുന്ന സമീപനങ്ങളല്ലേ ഈ ഇടുക്കിയിലെ CPMകാർ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അനധികൃതമായി അവിടെ പാർട്ടി ഓഫീസ് കെട്ടിപ്പൊക്കി. അന്ന് കോടതി ഉത്തരവുണ്ടായിരുന്നു അത് പൊളിച്ചു മാറ്റണമെന്ന്. എന്നാൽ രായ്ക്ക് രാമാനം രാത്രി തന്നെ ആ പണി നടത്തി പിറ്റേ ദിവസം ഞങ്ങൾ കോടതിയുടെ വിധി അറിഞ്ഞില്ല എന്ന് പറഞ്ഞ ആളാണ് ഈ CV വർഗീസ്. എത്രത്തോളം ഭൂമി കയ്യേറ്റമാണ് ഇടുക്കിയിൽ CPMന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതിനെതിരെ ഒരു വാക്ക് പറയാൻ ഈ പറയുന്ന ഭരണകൂടം തയ്യാറായിട്ടുണ്ടോ? ആ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാൻ തയ്യാറായിട്ടുണ്ടോ? അവിടുത്തെ ജനങ്ങളുടെ, മലയോര ജനതയുടെ എല്ലാ കാലത്തെയും ദുരിതം, വന്യമൃഗ ആക്രമണം, അതിനെതിരെ അവിടുത്തെ ജനങ്ങൾ എത്രയോ തവണ പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പ്രതിഷേധങ്ങൾ ഒന്നും കാണാതെ ഭരണകൂടം കണ്ണടയ്ക്കുന്ന നിലപാടല്ലേ സ്വീകരിച്ചത്. ഇതിനെല്ലാം കൂടിയുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും എം മണി കത്തി കയറുകയാണ് ജനങ്ങൾക്കെതിരെ. ജനങ്ങൾ നന്ദികേട് കാണിച്ചു എന്നാണ് പറയുന്നത്. ജനങ്ങളല്ല നന്ദികേട് കാണിച്ചത്, ഈ ഭരണകൂടമാണ്, ഈ പാർട്ടിയാണ് ജനങ്ങളോട് നന്ദികേട് കാണിച്ചത്. നിങ്ങൾക്ക് 2 തവണ അധികാരം തന്നത് നിങ്ങളെ വിശ്വസിച്ചായിരുന്നു. പക്ഷേ 2ാം തവണ കൂടി അധികാരം കിട്ടിയപ്പോൾ സർവ്വ അഹങ്കാരമായി പോയി CPM എന്ന പാർട്ടിക്ക്. ഈ പാർട്ടി ഒരു ഏകാധിപത്യത്തിലേക്ക് പോകുന്നുവെന്ന് ജനങ്ങൾ എത്രയോ ആവർത്തി പറഞ്ഞു. ഇവിടുത്തെ CPMകാർ എത്രയോ ആവർത്തി പറഞ്ഞു. ഈ പാർട്ടിയോട് കൂറുള്ള എത്രയോ മനുഷ്യർ പറഞ്ഞു. എന്നാൽ അതൊന്നും കേൾക്കാതെ നിങ്ങളുടെ അഹങ്കാരം തുടർന്നുകൊണ്ടേയിരുന്നു. അഹങ്കാരത്തിന് കിട്ടുന്ന തിരിച്ചടി എന്താണ്? അടപടലം പതനമായിരിക്കും. അങ്ങ് മുകളിൽ കിടക്കുകയായിരുന്നു, പക്ഷേ വലിച്ച് താഴെ കിട്ടു ജനങ്ങൾ. എം മണി ഇപ്പോൾ പറഞ്ഞല്ലോ, പെൻഷൻ കാശ് മേടിച്ച് തിന്നിട്ട് ഞങ്ങൾക്കെതിരെ ജനങ്ങൾ വോട്ട് കുത്തിയെന്ന്. നിങ്ങളുടെ ഔദാര്യമല്ല ഈ പെൻഷൻ കാശ്, ജനങ്ങളുടെ അവകാശമാണ്. ആ ബോധം നിങ്ങളെ പോലെയുള്ള നേതാക്കൾക്ക് ഉണ്ടാകണം. ഇനിയും ഈ എം മണിയെ പോലെയുള്ള രാഷ്ട്രീയ മാലിന്യങ്ങളെ പാർട്ടി ചുമക്കാൻ നിന്നു കഴിഞ്ഞാൽ ഇതിലും വലിയ തിരിച്ചടിയായിരിക്കും നിങ്ങൾ കാണാൻ പോകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.